ഞാൻ ഡോക്ടർ തോമസ് ചെറിയാൻ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടൻറ്റുമാണ്. കണ്ണിലെ ശസ്ത്രക്രിയകളെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടനവധി ശസ്ത്രക്രിയകൾ കണ്ണിൽ ചെയ്യാറുണ്ട്. എങ്കിലും ഏറ്റവും സർവ്വസാധാരണമായി ചെയ്യുന്നത് തിമിര ശസ്ത്രക്രിയയാണ്. ഒരു പരിചയസമ്പന്നനായ തിമിര ശസ്ത്രക്രിയാ വിദഗ്ധൻ 10 മിനിറ്റ് കൊണ്ടോ അതിൽ താഴെ സമയം കൊണ്ടോ നല്ലൊരു തിമിര ശസ്ത്രക്രിയ ചെയ്തു പോകുമ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ അത് നേരിട്ട് കാണുന്നവർക്കോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയായി, സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ പരിശീലനം ഒരു വശത്ത്, അതുകൂടാതെ ഈ ശസ്ത്രക്രിയ വികസിച്ച് വരുന്നത്, ആ ശസ്ത്രക്രിയാ ശാസ്ത്രം, അതിൻ്റെ ടെക്നിക്ക് വികസിച്ച് വരുമ്പോൾ ഒട്ടനവധി തലങ്ങളിലുള്ള ഒരു ഓഡിറ്റ് അതിനകത്ത് നടക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കണ്ണില് ഓപ്പറേഷന് മുമ്പ് വേദന എടുക്കാതിരിക്കാൻ വേണ്ടി മരവിപ്പിക്കുക, അല്ലെങ്കിൽ കണ്ണ് അനങ്ങാതിരിക്കാൻ വേണ്ടി മരവിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന മരുന്നുകൾ, അത് ഇഞ്ചക്ഷൻ രൂപത്തിൽ, തുള്ളിമരുന്ന് രൂപത്തിലൊക്കെയുള്ള പല മരുന്നുകൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികത, അതിൻ്റെ സുരക്ഷിതത്വം, ഇതിനെ സംബന്ധിച്ചൊക്കെ ഒട്ടനവധി ഓഡിറ്റ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. കണ്ണിൻ്റെ കൃഷ്ണമണി വികസിപ്പിക്കുന്ന മരുന്നുകൾ, കണ്ണിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ലെൻസുകൾ, പലതരം മെഷീനുകൾ കൊണ്ടുള്ള ശസ്ത്രക്രിയ, ഇവിടെയൊക്കെ ഒരാളൊരു മെഷീൻ ഉണ്ടാക്കി അത് പ്രയോഗിക്കുകയല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് അതിൻ്റെ പ്രായോഗികതയും സുരക്ഷിതത്വവും സംബന്ധിച്ചുള്ള പരിശ്രമങ്ങളും പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള ഓഡിറ്റ്, അതായത് വർഷങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ട് പരിശോധിക്കുക, റിസൾട്ട് അനലൈസ് ചെയ്യുക, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ, ജനങ്ങൾക്ക് സുരക്ഷിതമാണോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് പ്രായോഗികമായി ജനങ്ങളിലേക്ക് ഒരു ചികിത്സാ രീതിയായി ആധുനിക വൈദ്യശാസ്ത്രം ജനങ്ങൾക്ക് ഇത് ഓഫർ ചെയ്യുന്നുള്ളൂ. അത്തരം ഒരു ഓഡിറ്റ് പാരമ്പര്യ ചികിത്സാ രീതികളിൽ ഉണ്ടോ എന്നെനിക്ക് വളരെ സംശയമാണ്. ശരിയാണ്, ആയുർവേദത്തിലെ സുശ്രുതനാണ്, ഇന്ത്യയുടെ സ്വന്തം സുശ്രുതനാണ് നേത്ര ശസ്ത്രക്രിയകളുടെ പിതാവെന്നറിയപ്പെടുന്നത്, അത് ശരി. പക്ഷേ സുശ്രുതൻ്റെ കാലത്തിൽ നിന്നും ഇന്ന് കാലം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ശസ്ത്രക്രിയാ വിധികൾ മാത്രമല്ല, മനുഷ്യാവകാശ പ്രശ്നങ്ങളും വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. അവിടെയൊക്കെ ഈ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ഓഡിറ്റ് ചെയ്ത്, ഇത്ര രോഗികളെ ഇന്ന രീതിയിൽ ചെയ്തു, അത് ശരിയാണ്, അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി അതിന് അധികാരപ്പെട്ടവർ, അതിന് പഠനം നടത്തി തെളിയിച്ചവർ, അത് രോഗികൾക്ക് സുരക്ഷിതമാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ഏജൻസികളുടെയും അംഗീകാരത്തോടെ ഇറക്കുമ്പോൾ മാത്രമേ ഒരു ശസ്ത്രക്രിയ സുരക്ഷിതമാവുന്നുള്ളൂ. അതിനുള്ള ഒരു രീതി, ഈ സുരക്ഷിതത്വം കാണാനുള്ള ഒരു രീതി ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ.